AK അഭിലാഷ് നൽകും വിവരങ്ങൾ. അഭിലാഷ്, PV അൻവർ MLAയിൽ നിന്നും ഇന്നലെ മണിക്കൂറുകളോളമാണ് പ്രത്യേക അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയത്. തെളിവുകളെല്ലാം കൈമാറിയെന്നാണ് MLA അതിനുശേഷം പറയുകയും ചെയ്തത്. ഏറ്റവും നിർണായകമായി അൻവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ മാമി തിരോധാന കേസാണ്. ഇന്ന് കുടുംബത്തെ കണ്ട ശേഷം അദ്ദേഹം എന്താണ് പറഞ്ഞത്, എന്തൊക്കെ തെളിവുകൾ കൈമാറിയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? കഴിഞ്ഞ ദിവസം PV അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ കണ്ടപ്പോഴും അദ്ദേഹം പ്രധാനമായി ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് ഈ മാമി കേസിൽ ADGPക്ക് അജിത് കുമാറിന്റെ പങ്കുണ്ട് എന്നുള്ള ആരോപണമായിരുന്നു. അക്കാര്യത്തിൽ കുറച്ചുകൂടി അദ്ദേഹം വ്യക്തത വരുത്തുന്നത് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി തെളിവുകൾ തന്റെ കൈവശമുണ്ട്. ഇത് സീൽ വെച്ച കവറിൽ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ പുതുതായി ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിനും കൈമാറും എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് മാമിയുടെ വീട്ടിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയും ചെയ്തത്. അതിനുശേഷം മാമിയുടെ കുടുംബാംഗങ്ങളുമായും അതോടൊപ്പം തന്നെ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളുമായി ഒക്കെ ചർച്ച ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അന്വേഷിച്ച പോലീസ് സംഘവുമായി ബന്ധപ്പെട്ട് ചില പരാതികളുണ്ട്. ആ പരാതികൾ പുതിയ അന്വേഷണ സംഘത്തിന്, അതായത് ക്രൈംബ്രാഞ്ച് സംഘത്തിന് നൽകുമെന്നുള്ള കാര്യം കൂടി പറയുന്നു. ഇത് കുടുംബം കൂടി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും MR അജിത് കുമാറിന് എതിരെയുള്ള അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ തുടരുക തന്നെയാണ് ഈ പ്രധാനമായും ഉള്ളത്. പ്രത്യേകിച്ച് ഈ മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ കേസ് അന്വേഷണം അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാറിന് കൃത്യമായ പങ്കുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്നത്. ഇതുമൊക്കെ ബന്ധപ്പെട്ട തെളിവുകൾ തന്റെ കൈവശമുണ്ട്, അത് കൈമാറുമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ശരി, AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.